ഹേ ഗൈസ്, രാവിലെ തന്നെ കോളേജിൽ പോകാൻ ഇറങ്ങിയത്. ഒടുക്കത്തെ മഴ കാരണം ഹോസ്റ്റലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. നനഞ്ഞു കുളിച്ച് മഴയത്ത് ഒലിച്ചു പോറായപ്പോ കോളേജ് ഹൗസ് വന്നു. പിന്നെ അതിലോട്ട് കയറി. ഇന്റേണൽ എക്സാം ആണ്. എക്സാം ഒക്കെ എഴുതിയിട്ട് ഉച്ചക്കുള്ള ബിരിയാണിയൊക്കെ കഴിച്ച്. ഇന്റേണൽ എക്സാം എന്ന പരിപാടിയെ അങ്ങ് തീർന്നു കിട്ടി. പൂജവെപ്പിന്റെ ലീവിന് വീട്ടിൽ പോകണാണ് അടുത്ത പരിപാടി. അണ്ണന്മാരൊക്കെ സടപടെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ പോണേന്റെ ചില്ലിങ്ങിലാണ്. ഈ സാധനങ്ങൾ എന്റെ കൂടെ ഹോസ്റ്റലിൽ കാണും, പിന്നീടേ പോവുള്ളൂ. എല്ലാത്തിനും ടാറ്റയും വൈബയൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ ചെന്നിട്ട് പഴക്കേക്കും ചായയും കുടിച്ചു. നൈറ്റ് ആയപ്പം ബാക്കി സാധനങ്ങളും വീട്ടിൽ പോകാനായിട്ടെല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിലെ കുറച്ചെങ്കിലും സ്വാഗ് ബോയ് അധികമാണ്. ഇതൊക്കെ കണ്ടാൽ പെണ്ണുങ്ങൾ വീഴണം. ട്രെയിനിൽ കുത്തിയേരിങ്ങി പോണേ. അവിടെ എക്സിക്യൂട്ടീവ് വിടാത്ത ഹരിയണ്ണ താടിയൊക്കെ ട്രിം ചെയ്ത് ചെന്ന പെണ്ണാണിക്കാൻ നമ്മ പറഞ്ഞു. അതിന്റെ സന്തോഷത്തിലാണ് സ്വാഗ് ബോയ്. എല്ലാരും ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും വൈശാഖ്മാനും കൂടെ നേരെ കടയിലോട്ട് പോയി. ഇന്ന് മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഹോസ്റ്റലിൽ ഇഡലി ആണെങ്കിൽ ഒരാൾ എറിഞ്ഞു കൊല്ലാനുള്ള കൈനമുണ്ട്. കട്ടൻ ചായയിട്ട് മാഗി വാരിട്ട് എന്നിട്ട് ആ മസാല എല്ലാം എടുത്തിട്ടൊന്ന് പൂശി. മാഗിയും കട്ടൻ ഏതാ കോമ്പിനേഷൻ. മൂക്കിലോട്ട് മണം അടിച്ചും കയറുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് നാളെ രാവിലെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. വീട്ടുകാർക്കാണെങ്കിൽ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ശരിയെന്നാ.